ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 3 ശ്ലോകം 1. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടായാൽ മാത്രമേ തനിക്കുള്ള ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂവെന്ന് ഈ ദശകത്തിൽ പറയുന്നു. യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവമെന്തെന്ന് 1-ാം ശ്ലോകത്തിൽ വിവരിക്കുന്നു. പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്ത്യാസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. വരദ, ഭക്താഭിഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ. തേ നാമാനി പഠന്ത രൂപം സ്മരന്ത ഗുണകഥ കഥയന്ത. നിന്തിരുവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും പ്രമദപരസിന്ധൗ നിപതിത ചരന്ത യേ ഭക്ത. പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏതു ഭക്തന്മാരാണോ ത്വയി ഖലു രമന്തേ, നിന്തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമൂൻ പരം അഹം, അവരെ മാത്രമേ ഞാൻ പട്ടതിരിപ്പാട്, സമാധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി വിചാരിക്കുന്നു. അവരെ മാത്രമേ ഭട്ടതിരിപ്പാട് ഭാഗ്യവാന്മാരായിട്ട് വിചാരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മുഴുകി ജീവിക്കാനിടവരുന്നതിൽ കവിഞ്ഞൊരു ആഗ്രഹവും മനുഷ്യ ജീവിതത്തിൽ സാധിക്കാനില്ലെന്ന ഭാവം. ഈ വിധത്തിലുള്ളൊരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന സൂചന. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിച്ഛേന്നവലക്ഷണ ക്രിയതേ ഭഗവതത്യദ്യ തന്മന്യേദീതമുത്തമം എന്ന ഭാഗവതം 7-ാം സ്കന്ധത്തിൽ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയുന്ന 9 വിധം ഭക്തികളിൽ കീർത്തനം സ്മരണം എന്ന 2 വിധം ഭക്തി ഇവിടെ കാണിച്ചിരിക്കുന്നു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ.